ഇപ്പോൾ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് വന്നിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം ചികിത്സയുടെ കാര്യത്തിലും ആയാലും ശരി, അതുപോലെ തന്നെ രോഗികളുടെ പരിചരണത്തിൻ്റെ കാര്യത്തിലായാലും അതിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ നില വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുൻപ് പലയിടങ്ങളിൽ കണ്ട വാർത്ത, ഇപ്പോൾ ഈ സ്ട്രക്ചർ കൊണ്ടുപോകാനുള്ള സൗകര്യമുള്ള ലിഫ്റ്റുകളില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട സ്ലോപ്പില്ല, ഇതുപോലെ ലിഫ്റ്റ് പ്രവർത്തനക്ഷമമല്ലാതിരിക്കുക. ഇതൊരു രോഗി ഒരു 10-48 മണിക്കൂർ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയിട്ട് ഒരു ഒറ്റ കുഞ്ഞു പോലും അറിഞ്ഞില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ എത്രത്തോളം മോശമായ അവസ്ഥയിലാണെന്ന് നോക്കൂ ഗോപികൃഷ്ണൻ. നമ്മൾ ഇവർ ആവശ്യപ്പെടുന്ന എല്ലാ നികുതി പണവും കൊടുക്കുന്ന നികുതിദായകർക്ക് പ്രാഥമികമായി ഒരുക്കേണ്ട സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും ഇവർ അങ്ങേയറ്റം പരാജയമാണ് നമ്മളെ ഭരിക്കുന്ന സർക്കാർ. ഞാനപ്പോൾ ഈ സർക്കാരിലേക്ക് മാത്രമായിട്ടൊന്നും ചുരുക്കുന്നില്ല കേട്ടോ. ഏത് സർക്കാർ ഭരിച്ചു കഴിഞ്ഞാലുമുള്ള ഇത്രയും ദയനീയമായ സ്ഥിതി, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും നമുക്ക് ഇവരൊന്നും ചെയ്തു തരുന്നില്ല. ഇപ്പൊ ജോയിയുടെ വിഷയം നമുക്കൊരു കണ്ണീർ കഥയായിട്ട് നാളെ ഈ സമയമാകുമ്പോഴേക്കും നമുക്കത് മാറും. നമ്മൾ ജോയിയെ മറക്കും. നമുക്കൊരു അടുത്ത വിഷയം നിങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി നമ്മൾ അതിന്റെ പുറകിലാവും. പക്ഷെ ജോയിക്കുണ്ടായ ദുരന്തമായാലും അധികൃതരുടെ അനധികൃതമായിട്ടുള്ള അവരുടെ അനാസ്ഥയുടെ ബലത്തിന്റെ ഒരു ഏരിയയാണ് ജോയി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പാവം മനുഷ്യനും അങ്ങനെ തന്നെയാണ്. 988 ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് 3 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. അത് ആശുപത്രിയുടെയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം അത് മാത്രമല്ല, അത് 88 നടന്ന സംഭവമാണ്. അന്ന് നമ്മുടെ ആധുനികത ഇത്രയൊന്നും വളർന്നിട്ടുള്ള കാലഘട്ടമല്ല. അപ്പോ അവിടെ ഞാനൊരു 3 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങി. 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെടാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാനും ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവസ്ഥ അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയായി. ഈ 2 രാത്രിയും ഈ ഒരു പകലും കുടുങ്ങി ഈ മനുഷ്യന്റെ കഥ ഇന്ന് രാവിലെ കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കയ്യും കാലും മറിച്ചു. എങ്ങനെയാണ് അദ്ദേഹം പിടിച്ചു നിന്നത്? അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള അവസ്ഥ നമ്മുടെ മനുഷ്യരിൽ എല്ലാവർക്കും ഇല്ല. ആ അവസ്ഥ വളരെയധികം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന്റെ ആയുസ് രക്ഷപ്പെട്ടതിന് നമുക്ക് പ്രകൃതിയോട് നന്ദി പറയണം. നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റുപാട് അങ്ങേയറ്റം മോശമല്ലേ ഗോപികൃഷ്ണൻ? ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുകയല്ല. വിരൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയ കുട്ടിയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു, നാക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോയ കുട്ടിയുടെ ചെവി ഓപ്പറേഷൻ ചെയ്യുന്നു, കത്രിക മറന്നു വെക്കുന്നു, മറ്റേ ICUവിൽ ഓപ്പറേഷൻ ICUവിൽ വെച്ചിട്ട് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ആരോഗ്യ രംഗത്ത് അങ്ങേയറ്റം പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾക്ക് ഒരു ചികിത്സ അനിവാര്യമായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. എനിക്കും കിട്ടിയ വിവരം, എനിക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ലിങ്ക് ഉള്ളത് കൊണ്ട് പറയുകയാണ്, അല്ലാണ്ട് ഡിക്റ്റേറ്റീവ് കളിച്ചിട്ടൊന്നുമല്ല. ഈ ലിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 3 മാസം മുമ്പ് മെയിൻ്റെനൻസ് ചെയ്യേണ്ട ഒരു ലിഫ്റ്റാണ് ഇപ്പൊ ഇന്ന് ഈ ഓപ്പറേഷൻ ഇത് കുടുങ്ങിക്കിടന്നു എന്ന് പറയുന്ന ലിഫ്റ്റ്. എന്തുകൊണ്ട് ആ ലിഫ്റ്റ് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റെനൻസ് കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്ക് കൃത്യമായിട്ടുള്ള പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവർ മെയിൻ്റെനൻസിന് വന്നിട്ടില്ല. എന്നിട്ടും ആ ലിഫ്റ്റ് 3 മാസം ഈ നിൽക്കുന്നത് വരെ, ഇപ്പൊ ഇത്തരത്തിലൊരു കുടുങ്ങിക്കിടക്കുന്നത് വരെ ഓടി എന്നുള്ളതിന് നമ്മൾ പ്രകൃതിയോട് നന്ദി പറയുക എന്നുള്ളതല്ലാണ്ട് ഒന്നും പറയാനില്ല. അപ്പൊ ഇത് ചെന്ന് നിൽക്കുന്നതും സാമ്പത്തിക ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ആവുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ ഒരു മാറാല കെട്ടിയിട്ട് അടയ്ക്കപ്പെടേണ്ടതല്ലെന്നും അത് കൃത്യമായി അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും ഈ വിഷയത്തിലൂടെയെങ്കിലും നമ്മുടെ അധികൃതർ പഠിക്കുമെന്ന് ഗോപികൃഷ്ണന് തോന്നുന്നുണ്ടോ? നാളെ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും നമ്മുടെ നാട്ടിൽ. എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഇനി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ലിഫ്റ്റുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇതിൽ വീഴ്ച പറ്റിയിട്ടുള്ള വ്യക്തി ഇതിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. 3 പേരെ ബലിയാടാക്കിയിട്ട് ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തു. നമുക്കറിയാം, കേരള പോലീസിലായാലും സംസ്ഥാന സർക്കാരിന്റെ ഏത് വകുപ്പിലായാലും ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് കേവലം ഇത്ര കാലമേ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തൊഴിലിലേക്ക് തിരിച്ചെടുക്കണമെങ്കിൽ അവർ തന്നെയാണ് കുറ്റവാളിയെങ്കിൽ. പക്ഷെ ഇന്ന് എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ വിവരത്തിൽ ആ 3 പേരും ഈ കാര്യത്തിലെ അങ്ങേയറ്റം അവരവരുടെ വാക്കാൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ ലിഫ്റ്റ് ഇനി സർവീസ് ചെയ്യാതെ, ഇതിന്റെ മെയിൻ്റെനൻസ് നടത്താതെ ഈ ലിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ശ്രീ ഹരിദാസ്, ഞാൻ ഈ വിഷയത്തെ ഇപ്പൊ ഈ നടന്ന സംഭവത്തെ ഞാൻ 2 ഭാഗങ്ങളായി കാണട്ടെ. ഇപ്പോൾ ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പാകപ്പിഴ. അതായത് താങ്കൾ പറഞ്ഞതുപോലെ അത് ശരിയാണെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള തുക കൈമാറിയിട്ടില്ല, അങ്ങനെ അത് നടന്നില്ല. ഇനി നമുക്ക് ഈ ആളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാം. ഈ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം രോഗിയാണ്. ഈ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയിട്ട് 48 മണിക്കൂർ ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പോലെ ഒരു സ്ഥലത്ത്
അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. ദുരൂഹത, അങ്ങേയറ്റം ദുരൂഹത. 24 മണിക്കൂറും ആൾ സഞ്ചാരമുള്ള ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അല്ലാണ്ട് 23 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. 24 മണിക്കൂറും ആൾ സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ലിഫ്റ്റിൽ ഒരു വ്യക്തി കുടുങ്ങിക്കിടന്നിട്ട് ഒരു വ്യക്തി ആരും അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തില് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, ഒരു ഡെപ്ത് ഉള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതാണ്. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, കാരണം ബിനോയ് വിശ്വമൊക്കെ അദ്ദേഹത്തിന് ഇപ്പൊ ആശുപത്രിയിൽ വന്ന് സന്ദർശിച്ചിട്ട് അദ്ദേഹം CPIയുടെ പ്രവർത്തകനാണെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ രാഷ്ട്രീയ ചായ്വ് കൊണ്ട് ഇതിന്റെ അന്വേഷണം ഒരുപടി മുൻപോട്ട് പോകാം. പക്ഷെ ഇത് MK ഹരിദാസിനെയാണ് ഇത് സംഭവിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ജോയിയുടെ വിഷയത്തിൽ കോർപ്പറേഷൻ പറയുന്നത്, ഞാൻ വിഷയത്തിന് വ്യതിചലിക്കില്ലാട്ടെ, ഞങ്ങൾ 3 നോട്ടീസ് കൊടുത്തു. 3 നോട്ടീസും കിട്ടിയിട്ടുള്ള റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സീല് ഞങ്ങളുടെ കയ്യിലുണ്ട്. റെയിൽവേക്ക് കൊടുത്തിട്ടുള്ള, അതോടുകൂടി കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിൽ പരസ്പരം അവരവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുന്നതോടെ ഈ പ്രശ്നത്തിലെ യഥാർത്ഥ കുറ്റവാളി, നമ്മൾ പറയില്ലേ, കൈ കോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൂടെ യഥാർത്ഥ കുറ്റവാളി ചോർന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രവുമല്ല, ശക്തമായ ട്രേഡ് യൂണിയന്റെ തണലിലായിരിക്കും ഈ കുറ്റം, ഇത് യഥാർത്ഥത്തിൽ ഇതിൽ വീഴ്ച പറ്റിയിട്ടുള്ള വ്യക്തി ജോലി ചെയ്യുന്നത്. അതോടുകൂടി യൂണിയൻ ഇടപെടലായി നാളെ മെഡിക്കൽ കോളേജിലേക്ക് കയ്യും കാലും ഒടിഞ്ഞിട്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഓർത്തോന്റെ സമീപത്തുള്ള ഒരു ലിഫ്റ്റാണ്, കയ്യും കാലും ഒടിഞ്ഞു വരുമെന്ന് അവൻ അതിൽ കയറി കഴിഞ്ഞ് അതിൽ നിന്നും ഇറങ്ങാൻ കഴിയുമെന്നുള്ള ഒരുറപ്പും. നമ്മളിപ്പോ ഈ വിരലിന് പകരം നാക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മൾ അന്ന് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയിട്ട് ഏത് രൂപത്തിലാണ് പുറത്തേക്ക് വരിക എന്നറിയില്ല. കാരണം കണ്ണാണോ കൈയാണോ കാലാണോ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ഫയൽ നോക്കാൻ പോലുമുള്ള ഒരു ത്രാണിയുള്ള ഡോക്ടർമാർ പോലും നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത സാഹചര്യത്തില് എനിക്ക് ഗോപികൃഷ്ണൻ പറയാനുള്ളത്, അടിയന്തിരമായിട്ട് ആരോഗ്യ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, നമ്മൾ പറയുന്നത് കൊട്ടിഘോഷിക്കലല്ല വേണ്ടത്, അടിയന്തിരമായിട്ട് ആരോഗ്യ രംഗത്ത് ഒരു ചികിത്സ അത്യന്താപേക്ഷിതമായി മാത്രമല്ല ശ്രീ MK ഹരിദാസ്, താങ്കൾ മാറി. പറഞ്ഞതുപോലെ ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ട മാരായമുട്ടം സ്വദേശി ജോയും, ഇവിടെ ഇപ്പോൾ ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ ഈ രവീന്ദ്രൻ നായരുമൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നോക്കിയാൽ ഒന്ന് തന്നെയാണ്. ആരായിരുന്നു ജോയ് എന്ന് ചോദിച്ചാൽ, ജോയിയെ സംബന്ധിച്ച് ജോയി റെയിൽവേയുടെ കരാർ ജീവനക്കാരനല്ല, കോർപ്പറേഷന്റെ കരാർ ജീവനക്കാരനല്ല. അയാൾ അന്നത്തെ ദിവസത്തെ കൂലിക്ക് വേണ്ടി പണിക്കിറങ്ങി ആ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ആളാണ്. ഹരീന്ദ്രൻ നായരുടെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, ക്ഷമിക്കണം, രവീന്ദ്രൻ നായരുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് നേതാക്കൾ വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നതിനപ്പുറം ഒരു സാധാരണക്കാരനായിരുന്നു ഈ പ്രശ്നം ഉണ്ടായതെങ്കിൽ ഒരാൾ പോലും ഉണ്ടാകില്ല തിരിഞ്ഞു നോക്കാൻ. ഒരാൾ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാകില്ല. ജോയി ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ മലമൂത്ര വിസർജനാദികള് ആ തോട്ടിലേക്ക് ഒഴുക്കപ്പെടുകയും അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേവലം 800 രൂപയോ 900 രൂപയോ ശമ്പളം കിട്ടിയിട്ട് തന്റെ കുടുംബത്തിലേക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പാവം അതിലേക്ക് ഇറങ്ങിയത്. അതിനെ സെക്യൂർഡായ ഒരു അവസ്ഥയിലേക്ക് അതിലിറക്കി തിരികെ കൊണ്ടുവരാനുള്ള പ്രാപ്തിയില്ലാത്ത നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മറ്റൊരു മിറർ ഇമേജ് ആണ് ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തി ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് 2 രാത്രിയും പകലും അതിനുള്ളിൽ കിടന്ന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നത് അറിയാൻ പോലുമുള്ള സംവിധാനം പുറത്തുള്ള നമ്മുടെ ഇത്രയും കോടി രൂപ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിനും നമ്മുടെ സർക്കാർ ജീവനക്കാർക്കും നമ്മുടെ സൂപ്രണ്ടിനൊന്നും ഇല്ലാതെ പോയത്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുൻ കൗൺസിലർ, അദ്ദേഹത്തിന് ഒരു പക്ഷെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ചൂണ്ടുപലകയും ഇതിന്റെ നമ്മുടെ ഈ വിരലും ചൂണ്ടപ്പെടേണ്ടത് സൂപ്രണ്ടിലേക്കാണ്. സൂപ്രണ്ട് കൃത്യമായ മറുപടി പറയണം. കാരണം എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ ലിഫ്റ്റിന്റെ ദുരവസ്ഥയെ കുറിച്ചിട്ട് കഴിഞ്ഞ 15 ദിവസം മുമ്പ് സൂപ്രണ്ടിനെ ഇപ്പൊ നമുക്ക് പറയും ഇത്തരം ജീവനക്കാർക്കൊക്കെ എഴുതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ, എന്താണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്നും നമുക്കറിയില്ല. ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ലിഫ്റ്റ് സർവീസ് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ഏത് സമയത്തും നിൽക്കുമെന്ന് പറഞ്ഞിട്ടും ഇതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കാരണം ഒരു പക്ഷേ ഗോപികൃഷ്ണൻ, അതും കൂടി നമ്മളിപ്പോ താങ്കൾ ഇതിന്റെ 2 വ്യൂ കണ്ടതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ഞി കൃത്യമായിട്ട് സപ്ലൈ ചെയ്യാൻ നമ്മുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവുന്നില്ല. 576 കോടി രൂപയാണ് അവിടുത്തെ സപ്ലൈമാർക്ക് കൊടുക്കാനുള്ളത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള പരാധീനതകൾ എന്തായിരിക്കും? അപ്പൊ പിന്നെ അതിന്റെ മുകളിലേക്ക് എത്തും. അതിന്റെ മുകളിലേക്ക് എത്തുമ്പോ ഭരണസിരാ കേന്ദ്രത്തിൽ ചക്രവർത്തിക്ക് തുല്യമായിട്ട് ഒരു രാജാവും 20 നമ്മൾ പറയില്ലേ അദ്ദേഹത്തെ അനുഗമിക്കുന്ന മറ്റു രാജാക്കന്മാരും വാഴുന്ന ഒരു ചക്രവർത്തിയും 20 രാജാക്കന്മാരും വാഴുന്ന ഭരണസിരാ കേന്ദ്രത്തിലെ ഒരു വ്യക്തി മരിക്കുകയും ഒരു വ്യക്തി 2 ദിവസം ലിഫ്റ്റിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നത് നമ്മുടെ സാക്ഷര കേരളത്തിന്, നമ്മുടെ പ്രബുദ്ധ
കേരളത്തിനെ അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള സംഭവമാണ്. ദൈവത്തിന്റെ നാട് എന്ന് ഈ സംസ്ഥാനത്തിന് പേരിട്ട വ്യക്തിയെ നേരിട്ട് കിട്ടിയ ഞാൻ അയാളോട് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ള തെറി പറയാനുള്ള സാഹചര്യം വരെ നിലനിൽക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ദുരന്തവും ഉണ്ടായിട്ടുള്ളത് അധികൃതരുടെ അനാസ്ഥയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ ആമയിഴഞ്ചാൻ തോട് ഇങ്ങനെയായി എന്ന് പറയാനുള്ള ബാധ്യത കോർപ്പറേഷൻ ഉള്ളതുപോലെ തന്നെ ഈ ലിഫ്റ്റ് 2 ദിവസം ഇങ്ങനെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയേണ്ടത് ഇവിടുത്തെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 3 ജീവനക്കാരല്ല, അതിന് മുകളിലുള്ളവരാണ്.